ഇന്നൊരു ദിവസം ഒരു നേരം കൂടി വീട്ടിലുണ്ടാക്കിയത് കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആ, ഇത് സൗജന്യ സേവനത്തിൽ പെടില്ല കേട്ടോ. രണ്ടുപേരും കൂടെ എന്റെ കാശടിച്ചു മാറ്റാനുള്ള സൈക്കോളജിക്കൽ മൂവാണല്ലേ. നടന്ന തന്നെ. ഏതായാലും നിന്റെ ചിരിച്ച മുഖം കണ്ട് ഇറങ്ങാൻ പറ്റിയല്ലോ. അയ്യോ, ഇനി അതിന് ഫീസ് ചോദിച്ചേക്കല്ലേ. അന്ന് ഞാൻ പോട്ടെ. ഹലോ, ആ ഗുഡ് മോർണിംഗ്. എന്താ ദക്ഷ? ഇല്ലില്ല, ഓർമ്മയുണ്ട്. ശരി, ഞാൻ എത്തിക്കോളാം. ഓക്കെ. അല്ലേ, ഇത് എന്തിരിപ്പാ അശ്വതി? ഒരുമാതിരി ചാക്കാര വീട്ടിലെ പെണ്ണുങ്ങളെ പോലെ. ഇടി അവൻ രാവിലെ പോകാൻ ഇറങ്ങും, കാപ്പി വല്ലതും കൊടുക്കണ്ടേ? അതിനെന്താ, ഇവിടെ രാവിലെ എല്ലാം റെഡിയാ. ജോബും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് പോട്ടെ. കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് പോട്ടെ എന്നല്ല, അവനെ കഴിപ്പിച്ചേ ഇവിടുന്ന് വിടാവൂ. നീ പറഞ്ഞതുപോലെ പിള്ളേര് തമ്മി എന്തെങ്കിലും ശാശിയും ഉണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടുകാരായിട്ട് വേണം മാറ്റിയെടുക്കാൻ. അല്ല, നിനക്കിപ്പോ എന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? എന്തോ ഇന്നലെ അസമയത്തുള്ള ജോബിന്റെ വരവും പിന്നെ അവര് തമ്മിലുള്ള സംസാരമൊക്കെ കേട്ടപ്പോ എനിക്കങ്ങനെ തോന്നി. ഇനി എന്താ കാര്യം എന്നറിയാതെ ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എടി കൊച്ചേ, നീ അതോർത്ത് തല പുണ്ണാക്കൊന്നും വേണ്ട. അവര് തമ്മിൽ അത്ര വലിയ പ്രശ്നമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അവൻ രാത്രിയിൽ ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? ഇനി ചിലപ്പോ അവന്റെ കൂടെ അമേരിക്കയിലേക്ക് അങ്ങനെ ചെല്ലുന്നില്ലെന്ന് മാളു പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ സൗന്ദര്യപ്പണക്കമായിരിക്കും രണ്ടുപേർക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഏതായാലും നമ്മളിതൊന്നും അറിഞ്ഞ മട്ടും ഭാവം എടുക്കണ്ട. അവര് തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവര് തന്നെ പിണങ്ങിയും പറഞ്ഞും തീർത്തോളും. നമ്മളൊന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്നുള്ള ഭാവത്തിലങ്ങ് നിന്നാ മതി. ഡോക്ടർ നേരെ ആശുപത്രിയിലോട്ടാണോ അതോ ടീച്ചറിന്റെ അടുത്തോട്ടാണോ? ഞാൻ ഹോസ്പിറ്റലിലേക്ക്. ഇനിയിപ്പോ മമ്മിയുടെ അടുത്തേക്ക് പോകാൻ സമയമില്ല. നീ എന്തോന്നാ അശ്വതി കുന്തം പിടിഞ്ഞ പോലെ നിൽക്കുന്നേ? ജോബിന് ഇറങ്ങിയ കണ്ടില്ലേ? ചെന്ന് കാപ്പി എടുത്ത് വെക്ക്. വേണ്ട ആന്റി. അതെന്താ അങ്ങനെ? ഇവിടെ എല്ലാം റെഡിയാ. ജോബിനിരിക്കെ, ഞാൻ എടുത്തു വെക്കാം. അതല്ല, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായിട്ടില്ല. തന്നെയല്ല, ഇന്ന് നേരത്തെ ഹോസ്പിറ്റലിൽ എത്തുകയും വേണം. അതെന്തു പറച്ചില്ല മോനെ. 2 പൂരി കഴിക്കാൻ എന്തോരം നേരം വേണം? പിന്നെ വീട്ടിൽ ആഹാരം ഉള്ളപ്പോ എന്തിനാ വെറുതെ ആശുപത്രി ക്യാൻറ്റീനിൽ പോയി കഴിക്കുന്നേ? എത്രയൊക്കെ ആയാലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ വരത്തില്ലല്ലോ. മോനിങ്ങോട്ടിരുന്നാട്ടെ, മോളും അങ്ങോട്ടിരിക്കും. വേണ്ട മുത്തശ്ശി, ഞാൻ പിന്നെ കഴിച്ചോളാം. അമ്മയെ മുത്തശ്ശിക്ക് നിർബന്ധിക്കുന്ന കണ്ടില്ലേ? കഴിച്ചിട്ട് പോയാൽ മതി. ഇരുന്ന് ഇരിക്കും മോനെ. ഇനി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എപ്പോഴാന്ന് പറഞ്ഞ ഇരിക്കേ. ഇനി കമ്പനി ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ ഞാനും കൂടാ. അമ്മേ, എനിക്കൂടി എടുത്തോ. ഇരിക്കും. അതാ നല്ലത്. അങ്ങോട്ട് വിളമ്പി കൊടുക്ക ചുരി. മതി ആന്റി. അല്ല മോനെ, അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം എന്തായി? അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മുത്തശ്ശി. എന്നാലും എന്നത്തേക്ക് പോകേണ്ടി വരും? ഇവളും കൂടെ വരുന്നില്ലേ മോന്റെ കൂടെ? അതിന്റെ കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല മുത്തശ്ശി. 1-2 പേപ്പർ കൂടി ശരിയാവാനുണ്ട്. അയ്യോ, ഇനി അവസാന നിമിഷം അത് ശരിയായില്ലെന്നും പറഞ്ഞ്
കൊച്ചിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റാതെ വരുമോ? അതെന്തെങ്കിലും ആവട്ടെ അമ്മേ, നമ്മൾ തീരുമാനിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങള്. അല്ലെങ്കിലും ഞാൻ പോകുന്ന കാര്യമൊക്കെ സംശയം മുത്തശ്ശി. അയ്യോ, അതെന്തു പറ്റി മോളെ? നിങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നല്ലേ പറഞ്ഞത്? എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ കൂടെ ഇല്ലാത്തതായിരിക്കും ഡോക്ടർക്ക് സൗകര്യം. അതെന്തു പറച്ചില്ല മോളെ? നീ കൂടെ പോകാതെ എങ്ങനെ ശരിയാകുന്നേ? നീ നോക്കിക്കോ, സമയമാവുമ്പം കടലാസൊക്കെ താനെ ശരിയായിക്കൊള്ളും. മുത്തശ്ശി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ല, അങ്കിൾ എന്നത്തേക്ക് വരും ആന്റി? കൃത്യമായിട്ട് എന്ന് വരുന്നു പറയാൻ പറ്റില്ല. ക്ലയന്റുമായിട്ട് ഇനിയും ചില കാര്യങ്ങളിൽ തീരുമാനം ആവാനുണ്ടെന്ന് പറഞ്ഞു. ഓ, എന്തായാലും വീക്കെൻഡ് ആവുമ്പോഴത്തേക്കും വരാൻ പറ്റുന്ന മുരളീട്ടൻ പറഞ്ഞത്. മുരളി വരുന്നത് വരെ ഡോക്ടർ ഇടയ്ക്കൊക്കെ വന്നും പോയി നിക്കണം കേട്ടോ. നോക്കാം മുത്തശ്ശി. ആ, അയ്യോ, മോനൊന്നും കഴിച്ചില്ലല്ലോ. മതിയായിട്ടാ. ആ ഡോക്ടറെ പോവല്ലേ, ഞാനും വരുന്നു. ഇതെന്ത് കഴിപ്പാ രണ്ടുപേരുടെയും? വെറുതെ ഒന്ന് പേരിന് വേണ്ടി കൈ നനച്ചു എന്നല്ലാതെ. ശരിക്കും മതിയായിട്ടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി. ആന്റി. ഡോക്ടറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറച്ചേരം സ്പെയർ ചെയ്യോ? പറ. ഇവിടെ വെച്ച് വേണ്ട, വന്നേ. എന്താ എനിക്ക് പറയാനുള്ളത്? പറയാം. ഇന്നലെ എന്തിനായിരുന്നു പെട്ടെന്ന് അങ്ങനെ ഒരു വിസിറ്റ്? എന്താ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ കയറി വന്നോണ്ട് തനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? എന്റെ ബുദ്ധിമുട്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഡോക്ടർ അത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞാണല്ലോ. എന്ത്? ഹോസ്പിറ്റലിൽ എമർജൻസി കേസ് ഉണ്ടായിരുന്നെന്നും അത് കഴിഞ്ഞ് മടങ്ങുന്ന വഴി കാറ് കേടായതുകൊണ്ടാണ് ഇവിടെ വരേണ്ടി വന്നതെന്നും. ആ പച്ചക്കള്ളം പാവ അമ്മയും മുത്തശ്ശിയും വിശ്വസിക്കായിരിക്കും. പക്ഷെ മാളൂനെ വിശ്വസിപ്പിക്കാൻ ഈ നുണ പോരെ ഡോക്ടറെ. എന്താ, എന്റെ ചോദ്യം പെട്ടെന്നായി പോയതുകൊണ്ട് ഫ്രഷ് ആയിട്ട് കള്ളൊന്നും തോന്നുന്നില്ല മനസ്സിൽ? എനിക്ക് തന്റെ കൂട്ട് തരം പോലെ കള്ളം പറഞ്ഞ് ശീലമില്ലല്ലോ. അതിന്റെ ഒരു താമസം ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് ഇത്ര പെട്ടെന്ന് താനിങ്ങനെ ഉറപ്പിച്ചു? അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ പറയാം. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യാത്തോണ്ട് ആള് വീട്ടിൽ തന്നെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഡേസി ആന്റിയെ വിളിച്ചിരുന്നു. ഓ, അപ്പോഴാ ആന്റി പറഞ്ഞത് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോഴങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നെന്നും എന്റെ കോൾ അറ്റൻഡ് ചെയ്യാത്തത് മനഃപൂർവ്വമായിരുന്നെന്നും എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഹോസ്പിറ്റലിലെ എമർജൻസി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആള് 10-15 മിനിറ്റിനുള്ളിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. അത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ പോയി കാഷ്വാലിറ്റി അറ്റൻഡ് ചെയ്ത് തിരിച്ചിവിടെ വരാൻ നിങ്ങൾ സൂപ്പർമാനോ മിന്നൽ മുരളിയോ ഒന്നും അല്ലല്ലോ ഡോക്ടറെ. ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞത് കള്ളമെന്ന് മനസ്സിലാക്കാൻ വലിയ പോലീസ് ബുദ്ധിയൊന്നും വേണ്ടെന്ന്. യെസ്, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. മുത്തശ്ശി ആന്റിയും പോലെ ഇത്തരം നിസാര കള്ളങ്ങളൊന്നും പോരാ തന്നെ പോലൊരു പെരുങ്കള്ളിയോട് പറയാനെന്ന് എനിക്കറിയില്ലായിരുന്നു. അതെന്റെ പിഴ, സമ്മതിക്കുന്നു. കൊള്ളാം. ഇപ്പൊ പെരുങ്കള്ളി എന്നൊരു പട്ടം കൂടി സ്നേഹനിധിയായ ഭർത്താവ് ചാർത്തി തന്നല്ലോ. താങ്ക്സ് അലോട്ട്. പിടിക്കപ്പെടുമ്പോ ഇങ്ങനെ ചില സൂത്രപ്പണികളൊക്കെ നല്ലതാ. പേടിക്കണ്ട. ഡോക്ടർ കള്ളം പറഞ്ഞൊന്നും എന്റെ വിഷയമല്ല. എനിക്കറിയേണ്ടത് വേറൊരു കാര്യം. ചോദിക്കട്ടെ? ഇങ്ങനൊരു ചോദ്യം നിങ്ങളെപ്പോലൊരു ജെന്റിൽമാന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നതിൽ എനിക്ക് ലേശം ചളുപ്പുണ്ട്. അതുകൊണ്ടുകൂടിയാ നമ്മുടെ ഈ അഭിമുഖ സംഭാഷണം സ്ട്രിക്ട്ലി പേഴ്സണൽ ആക്കാന്ന് വെച്ചത്. ശരി, എന്താ തനിക്ക് അറിയേണ്ടത്? ഡോക്ടർക്ക് താങ്കളുടെ ഭാര്യ അതിഭീകരമായ സംശയമുണ്ടല്ലേ? എന്താ, എന്റെ ചോദ്യം ജെന്യുവനായിട്ട് തോന്നുന്നില്ലേ? ഇനി എനിക്കെങ്ങനെ മനസ്സിലായി എന്നാണോ? ഇന്നലെ നിങ്ങൾ എന്റെ റൂമിൽ വന്ന് കയറിയപ്പോഴേ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒരു അസല് ഡൗട്ടിംഗ് ടോമിൻ്റെതായിരുന്നു. അനുവാദം ഇല്ലാതെ എന്റെ ഫോൺ എടുത്ത് നോക്കുക, മുറി മുഴുവൻ സെർച്ച് ചെയ്യുക,
ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ജനലിലൂടെ മൊബൈൽ ടോർച്ച് അടിച്ചു നോക്കുക എന്ന് വേണ്ട. നിങ്ങൾ ഇന്നലെ ആകെ മൊത്തം ഒരു തളത്തിൽ ദിനേശൻ സെറ്റപ്പ് ആയിരുന്നു ഡോക്ടറെ, ശരിയല്ലേ? യെസ്, ഐ അഗ്രി. സമ്മതിക്കുന്നു. സത്യം പറയാലോ, ഒരു ഭാര്യ എന്ന നിലയിൽ തന്നിലിപ്പോ എനിക്ക് അല്പം പോലും വിശ്വാസമില്ല. അതിനെനിക്ക് എന്റേതായ റീസണും ഉണ്ട്. എന്ത് റീസണാണ്? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് എനിക്ക്. അത് ഞാൻ സമയമാവുമ്പോ അറിയിക്കേണ്ടവർ അറിയിക്കുന്നുണ്ട്. നത്തിങ് ഡൂയിങ്. നിങ്ങൾ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ എന്നെ ഈ സംശയിക്കുന്നൊക്കെ വെറുതെ ആണെന്ന്. ആര് പറഞ്ഞു വെറുതെ ആണെന്ന്? തെളിവുണ്ട് എന്റെ പക്കൽ. എങ്കിലൊന്ന് കാണിക്ക്, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. നിങ്ങൾ പറയുന്നൊക്കെ സത്യമാണെന്ന് ഞാൻ സമ്മതിക്കാം. ഇത് കണ്ടോ? നമ്മുടെ ഷെൽഫിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫോട്ടോ ഇത്. ഇതിൽ എന്റെ ഭാര്യ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്നെയല്ല, അവളുടെ പൂർവ്വ കാമുകനെയാണ്. പിന്നെ സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? പറ. ഇത് എവിടുന്ന് കിട്ടിയെന്നാ നിങ്ങൾ പറഞ്ഞത്? നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ഷെൽഫിൽ നിന്ന്. എന്താ, ഇതൊരിക്കലും എന്റെ കണ്ണിൽ പെടില്ല എന്ന് വിചാരിച്ചതാണ്. ഇത് മാത്രമല്ല തെളിവ്. മലേഷ്യയിൽ വെച്ച് തന്റെ മൊബൈൽ ഞാനൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയിരുന്നു. അപ്പൊ ഇൻബോക്സിൽ മെസ്സേജുകളുടെ പ്രളയമായിരുന്നു. മിസ് യു ഡിയർ, ലവ് യു ചക്കരെ, ഹണി, അങ്ങനെ കുറെ തേനും പാലും ഒലിക്കുന്ന മെസ്സേജുകൾ. അന്നേ ഞാൻ സംശയിച്ചു തുടങ്ങിയതാ. ഡേ, ഇതുകൂടി ആയപ്പോ ഉറപ്പായി. എന്നിട്ട് ഞാൻ തളത്തിൽ ദിനേശനാണെന്ന്. ഡോക്ടർ മതിയാക്ക്. ഇനി ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ മതി. ഡോക്ടർ പോയിക്കോളൂ പ്ലീസ്. അത് കയ്യിലിരിക്കട്ടെ. അവര് തമ്മിൽ സംസാരിക്കുന്നതിന് നീ എന്തിനാ ഇങ്ങനെ വാലിൽ തീ പിടിച്ച പോലെ നിൽക്കുന്നത്? നീ പറഞ്ഞതുപോലെ പിള്ളേര് തമ്മിൽ പിണക്കം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അമ്മ ഇതെന്തറിഞ്ഞിട്ടാ? ഇതിപ്പോ എന്താ ഇത്ര അറിയാൻ? എനിക്ക് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ആ മാളു, എന്താ നീ ജോബിനോട് പറഞ്ഞത്? മാളു, എന്താ മാളു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ചോദ്യം എന്നോടല്ല, അമ്മയ്ക്ക് മരുമോനോട് ചോദിക്കായിരുന്നില്ലേ? അതെങ്ങനെയാ മോളെ? എത്രയൊക്കെ ആയാലും നിന്നോട് ചോദിക്കുന്ന ഒരു സ്വാതന്ത്ര്യ അടുപ്പമൊക്കെ ഞങ്ങൾക്ക് അവനോട് തോന്നൂ. നിന്നോടാവുമ്പോ ഞങ്ങൾക്ക് കാര്യങ്ങൾ വിസ്തരിച്ച് ചോദിക്കാമല്ലോ. അല്ല, മോളും അവനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് നിന്റെ അമ്മയ്ക്കൊരു പേടി. അങ്ങനെ വല്ലതും ഉണ്ടോ മോളെ? ഞങ്ങൾ തമ്മിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല മുത്തശ്ശി. ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും ഡോക്ടർക്ക് അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. വിശ്വാസമാവുന്നില്ലെന്നോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. എന്നാ ഉള്ളിലുള്ളത് എന്താണെന്ന് പറഞ്ഞാലല്ലേ അറിയൂ. അങ്ങനെ അവന് സംശയം തോന്നാൻ എന്താ കാരണമെന്ന് നിനക്ക് അവനോട് ചോദിക്കായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അതെന്നോട് തുറന്നു ചോദിക്കാനുള്ള ആർജവം കാണിക്കേണ്ടത് ഡോക്ടറാ. അല്ലാതെ അങ്ങോട്ട് ചെന്ന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. മാളു, അങ്ങനെ ചോദിച്ചുകൊണ്ട് നിനക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല. അങ്ങനെ വല്ല തെറ്റിദ്ധാരണ അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേ മോളെ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല അമ്മേ. എന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംശയമുള്ള ഒരാളുടെ അടുത്ത് പോയി അങ്ങനെ അല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഒന്നും എനിക്കില്ല. അഗ്നിശുദ്ധി വരുത്തി സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. എന്നെ സംശയിക്കുന്ന ഒരാളെ കൺവിൻസ് ചെയ്യാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. അശ്വതി, അപ്പൊ നീ പറഞ്ഞതാ ശരി. എന്തോ എവിടെയോ ഒരു തീപ്പൊരി വീണിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് അവർക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ എന്താ കാരണം? എന്താ കാരണം എന്ന് അവള് പറയാൻ തയ്യാറാവുന്നില്ലല്ലോ അമ്മേ. ഒരു കാര്യം ഇപ്പോഴേ ശ്രദ്ധിച്ചോ, ഇതിങ്ങനെ പുകഞ്ഞു നീറിയും കിടന്നാലേ വഷളായി പോവുക അശ്വതി.
ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഏതായാലും മുരളിയേട്ടൻ വരട്ടെ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. മുരളി വരുന്നത് വരെ ഇതൊന്നും കാക്കാൻ നിൽക്കണ്ടെന്നേ. എന്താ സംഭവമെന്ന് ഞാൻ അവളോട് അനുനയത്തിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. വേണ്ട, ചോദിച്ചാലും അവളൊന്നും വിട്ടു പറയാൻ പോകുന്നില്ല. വെറുതെ എന്തിനാ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നേ? അവൾക്ക് പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറയട്ടെ. അമ്മ ഇപ്പൊ അത് ചോദിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് പോകണ്ട. വേണ്ടെങ്കി വേണ്ട. അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോ അറിഞ്ഞോളും. അല്ല പിന്നെ. അപ്പൊ അമേരിക്ക പോകുന്ന കാര്യം ഗോവിന്ദ. കഷ്ടം. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഏയ് ഇല്ല. ദക്ഷ മാഡം ഇവിടെ വളരെ പോപ്പുലർ അല്ലേ? എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? പറയാം, സാർ വരൂ. സാർ ഇരിക്ക്. ഇന്നലെ എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അത് അപ്പുവായിരുന്നല്ലേ? അതെ. സാറിന് എങ്ങനെ മനസ്സിലായി? പതിവില്ലാതെ എന്ന് ദക്ഷയുടെ ഫോൺ എത്തിയപ്പോൾ അപ്പുവിൻ്റെ കാര്യം പറയാനാണെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. അത് മാത്രമല്ല, അപ്പു ഇന്നലെ അങ്ങനെ ഒരു ഫേമായ ഡിസിഷൻ എടുത്തപ്പോൾ തന്നെ അത് ചിലപ്പോൾ ദക്ഷയുടെ അഗ്നിയുടെയൊക്കെ ഒരു ധൈര്യത്തിലാവും എന്നെനിക്ക് തോന്നിയിരുന്നു. ഇല്ല സാർ, ഞങ്ങളങ്ങനെ വീട് വിട്ട് ഇറങ്ങി പോരാനൊന്നും ആ കുട്ടിയോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഒരിക്കൽ ഞങ്ങൾ അപ്പുവിനോട് പറഞ്ഞിരുന്നു, എന്തെങ്കിലും ആരുമില്ലെന്ന് തോന്നിയാൽ അപ്പുവിന് ഞങ്ങളുടെ അടുത്തേക്ക് ധൈര്യമായി കടന്നു വരാമെന്ന്. ഒരുപക്ഷെ അതാവും അപ്പുവിന് രാത്രി തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചത്. അതേതായാലും നന്നായി. ദക്ഷയുടെ അഗ്നിയുടെയും കൂടെ അപ്പു വളരെ കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പു അവിടെ എഴുന്നേറ്റില്ലേ? ഇല്ല സാർ, ഇന്നലെ വന്ന് കയറുമ്പോൾ അപ്പു നല്ല ടയേർഡായിരുന്നു. അതാവും എണീക്കാൻ വൈകുന്നത്. ഗുഡ് മോർണിംഗ് സർ. ആ അഗ്നി, എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല സർ. സാറ് ഞങ്ങളുടെ വീട്ടിൽ വന്നതിൽ സന്തോഷം. ഞാൻ നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു എന്നൊരു പരാതി ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നു, അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. അപ്പൂനും അപ്പുവിൻ്റെ ഫാമിലിക്കും വേണ്ടിയായിരുന്നു അത്. അയ്യോ, ഞങ്ങൾക്ക് സാറിനോട് ഒരു വിരോധവും ഇല്ല. അന്ന് സാറിൻ്റെ പ്രവൃത്തിയെ ഞങ്ങളുടെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ എതിർപ്പ് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായി ഞങ്ങൾക്ക് സാറിനോട് അന്ന് നിന്നും ഒരു വിരോധവും ഇല്ല. അപ്പോൾ എണീറ്റില്ല അഗ്നി? ഉവ്വ്, ഞാൻ ചായ കൊടുത്തു. സാറ് വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാർ, ഞാൻ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. പറയൂ. അപ്പോൾ എന്തുകൊണ്ട് ഇവിടേക്ക് വന്നു എന്നുള്ള കാര്യം സാറിനറിയാലോ. പക്ഷേ ഇതൊന്നും അപ്പുവിൻ്റെ അമ്മയ്ക്കോ മറ്റു റിലേറ്റീവ്സിനോ ഉൾക്കൊള്ളാനായിന്ന് വരില്ല. സ്വാഭാവികമായും അതിൻ്റെ പേരിലൊരു മാൻ മിസ്സിംഗ് പെറ്റീഷൻ കൊടുത്താൽ അത് ഞങ്ങളെയായിരിക്കും ദോഷകരമായി ബാധിക്കുന്നത്. അങ്ങനെയൊന്നും പേടിക്കണ്ട. ഒരിക്കലും അപ്പുവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പുവരുന്നു. അറിയാം, എന്നാലും ഞാനത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ സാർ. മുൻപും സമാനമായ രീതിയിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടേ. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ പറഞ്ഞെന്നേ ഉള്ളൂ. ആ ഗുഡ് മോർണിംഗ് അപ്പു. കുറച്ചുനാൾ കൂടി സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയ മട്ടുണ്ടല്ലോ. സാർ അപ്പുവിനെ അന്വേഷിച്ച് വന്നതൊന്നുമല്ല കേട്ടോ, ഞാൻ വിളിച്ചു വരുത്തിയതാ. അപ്പു ഇവിടെയുള്ള കാര്യം നന്ദൻ സാറിനെ ഒന്ന് ഇൻഫോം ചെയ്യണമെന്ന് തോന്നി. ഞാൻ അപ്പോട്ടൊന്ന് സംസാരിച്ചോട്ടെ? ഷുവർ, അതിനെന്താ, നിങ്ങൾ സംസാരിക്കുക, ഞാൻ ചായ എടുക്കാം. വരൂ അപ്പു. ഇത്ര പെട്ടെന്ന് വീണ്ടും കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും. ദക്ഷ മാഡത്തിന്റെ തീരുമാനമായിരുന്നു ഇത്. ഊഹിച്ചു. ഇന്ന് രാവിലെ ദക്ഷയുടെ കോൾ ഉണ്ടായിരുന്നു. രാവിലെ അത്യാവശ്യമായി ഇവിടം വരെ വരണമെന്ന് പറഞ്ഞു. ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് നേരിൽ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേ തോന്നി അപ്പോ ദക്ഷയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവുന്നു. അത് ഞാൻ മുൻകൂട്ടി എടുത്ത തീരുമാനമൊന്നും ആയിരുന്നില്ല. പോകണമെന്ന് വിചാരിച്ചത് എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്തോട്ടാ. വീട്ടിൽ പറയാതെ കുറച്ചുനാള് കോളേജിൽ നിന്ന് മുങ്ങി ഞാനൊരു ഫുഡ് ഡെലിവറി ഏജന്റായിട്ട് വർക്ക് ചെയ്തിരുന്നു.
അപ്പൊ എന്നെ സഹായിച്ച സൂരജ് എന്നൊരാളുണ്ട്. ആളൊരു ജനുവിൻ കക്ഷിയാ. അവിടേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ വിളിച്ചപ്പോ ചങ്ങാതിയെ കിട്ടിയില്ല. പിന്നെ എന്ത് വേണോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ ഇങ്ങനെ ഒരു കൂടപ്പറപ്പിന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞത്. ഊഹം തെറ്റിയില്ല. വിളിച്ചപ്പോ ഇതിനൊക്കെ വിളിച്ചു ചോദിക്കേണ്ട കാര്യം എന്താ, ഇങ്ങോട്ട് വന്നാ പോരെന്നായിരുന്നു മറുപടി. വന്നപ്പോ വാം വെൽക്കം ആയിരുന്നു. സാറ് ചിരിച്ചേണ്ട കാരണം എനിക്ക് മനസ്സിലായി.